എറണാകുളം കാളമുക്കിൽ 1.25 കോടി രൂപ മുടക്കി നിർമ്മിച്ച ഫിഷ് ലാൻഡിംഗ് സെന്റർ 15 വർഷത്തിനിപ്പുറവും പ്രവർത്തനരഹിതം. ഫിഷ് ലാൻഡിംഗ് സെന്ററിന് നവീകരണത്തിനും ഗതാഗത സൗകര്യം ഒരുക്കുന്നതിനുമായി 4.5 കോടി രൂപയുടെ പദ്ധതി പ്രഖ്യാപിച്ച് 5 വർഷമായിട്ടും ഒരു പ്രവൃത്തിയും നടന്നിട്ടില്ല. ഇപ്പോൾ സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയിൽ അസൗകര്യങ്ങൾക്ക് നടുവിലാണ് ഫിഷ് ലാൻഡിംഗ് സെന്റർ പ്രവർത്തിക്കുന്നത്. പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളോടുള്ള സംസ്ഥാന സർക്കാരിന്റെ കടുത്ത അവഗണനയുടെ നേർചിത്രമാണ് എറണാകുളം കാളമുക്കിലെ ഫിഷ് ലാൻഡിംഗ് സെന്റർ. എറണാകുളം ജില്ലയ്ക്ക് പുറമെ ആലപ്പുഴ, തൃശൂർ ജില്ലകളിലെ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളും വള്ളവടിപ്പിക്കുന്നതിനും മത്സ്യവില്പനയ്ക്കും പ്രധാനമായി ആശ്രയിക്കുന്നത് കാളമുക്കിലെ ഫിഷ് ലാൻഡിംഗ് സെന്ററിനെയാണ്. 2009 VS സർക്കാരിന്റെ കാലത്ത് എസ് ശർമ്മ ഫിഷറീസ് മന്ത്രിയായിരിക്കെ 1.25 കോടി രൂപ മുടക്കി ഇവിടെ ഫിഷ് ലാൻഡിംഗ് സെന്റർ സ്ഥാപിച്ചെങ്കിലും ഒരു ദിവസം പോലും പ്രവർത്തനം നടന്നിട്ടില്ല. അവിടേക്ക് വഴിയോ മാലിന്യ സംസ്കരണ സംവിധാനമോ പാർക്കിംഗ് സൗകര്യമോ ഒരുക്കാത്തതാണ് പ്രവർത്തനം ആരംഭിക്കാൻ തടസ്സമായത്. ഈ ലാൻഡ് അക്വസിഷൻ നടപടികൾ പൂർത്തീകരിക്കണം. ഇവിടെ വഴി ശരിയാക്കി, ഈ ഡ്രൈനേജ് സംവിധാനം ഉണ്ടാക്കി, പാർക്കിംഗ് ഏരിയ ഉണ്ടാക്കി, ഡ്രഡ്ജ് ചെയ്ത് വള്ളങ്ങളെടുത്ത് വള്ളങ്ങൾക്ക് മീൻ വിൽക്കുന്നതിനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാകണം. പുറത്തു നിന്നുള്ള കച്ചവടക്കാരിക്കൊക്കെ ഇവിടെ വന്ന് മീൻ മേടിക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാകണം. പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുടെ നിരന്തര സമരങ്ങളുടെ ഫലമായി 2018 ഫിഷ് ലാൻഡിംഗ് സെന്റർ നവീകരിക്കുന്നതിനും ഗതാഗത സംവിധാനം ഒരുക്കാനുമായി 4,65,00,000 രൂപയുടെ പദ്ധതി പ്രഖ്യാപിച്ചെങ്കിലും ഇന്നും നടപ്പാക്കിയിട്ടില്ല. ഇതിനാൽ സ്വകാര്യ വ്യക്തിയുടെ 30 സെന്റ് സ്ഥലത്താണ് ഇപ്പോഴും ഫിഷ് ലാൻഡിംഗ് സെന്റർ പ്രവർത്തിക്കുന്നത്. 100-ൽ പരം അതിൽ കൂടുതലായിട്ടുള്ള ചെറുവള്ളങ്ങൾ, കൊച്ചു വഞ്ചികൾ, മൂടുവെട്ടി വള്ളങ്ങൾ, ചെറിയ ചെറിയ ബോട്ടുകളൊക്കെ വന്ന് ഈ 30 സെന്റ് സ്ഥലത്തിനാണ് ആശ്രയിക്കുന്നത്. ഇവിടെ വണ്ടികൾ കടന്നു വന്നിട്ട് മീൻ വാങ്ങുന്നതിന് കച്ചവടക്കാർക്ക് അത് വാങ്ങി അത് ഫ്രീസറിൽ വെച്ച് മറ്റുള്ള മാർക്കറ്റുകളിൽ കൊണ്ടുപോകുന്നതിനൊന്നും ഒരു സൗകര്യമില്ല. സംസ്ഥാന സർക്കാരിന്റെ ഈ അവഗണനയിൽ പ്രതിഷേധിച്ച് ശക്തമായ പ്രക്ഷോഭത്തിനൊരുങ്ങുകയാണ് പരമ്പരാഗത മത്സ്യത്തൊഴിലാളി സമിതി. സുധീഷ് ഗോപാൽ, ജനം, കൊച്ചി.